സ്പെഷ്യൽ കൂട്ട് ചേർത്ത് ഒരു സ്പെഷ്യൽ രസം തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ ഈ സ്പെഷ്യൽ രസത്തിന് വേണ്ട റെസിപ്പീസ് എന്തെല്ലാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം കായം പൗഡറാണ്. പൗഡർ അല്ലെങ്കിൽ കായം കഷ്ണമോ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മല്ലിപ്പൊടി, സാമ്പാർ പൗഡർ, പിന്നെ ചെറിയ ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, പാകത്തിന് പുളി, മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 4 പച്ചമുളകും 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എത്രയാണ് കറി വയ്ക്കുന്നത് അതിനനുസരിച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കറി വയ്ക്കുന്നതിനനുസരിച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെളുത്തുള്ളിയും ജീരകവും, വെളുത്തുള്ളി ചതച്ചെടുക്കണം, ജീരകം പൊടിച്ചെടുക്കണം. ശേഷം ഒരു പാത്രത്തിലേക്ക് പരിപ്പിട്ട് പരിപ്പും തക്കാളിയും വേവിച്ചെടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോഴേക്കും പരിപ്പും തക്കാളിയും നന്നായി വേവിച്ചെടുക്കുക. പുളി നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സാമ്പാർ പൗഡർ എല്ലാം പുളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ജീരകവും ചേർക്കാവുന്നതാണ്. ഇതിലെ സ്പെഷ്യൽ കൂട്ട് എന്ന് പറയുന്നത് ഇതുപോലെ ശർക്കര ഉരുക്കിയതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ഈ ശർക്കര ഉരുക്കിയ 1 സ്പൂണ് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതിയാകും. പുളി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഈ ശർക്കര ഉരുക്കിയ പാനി ചേർക്കാവുന്നതാണ്. ശേഷം കായ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പരിപ്പും തക്കാളിയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പുളി പൊടികൾ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച പുളി എല്ലാം ചേർത്ത് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ രസം ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ രസം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടെ ഉപ്പ് പാകമാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ രസം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ.